ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ റീച്ച് ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ട അത്ര പേരുണ്ട് ഇവിടെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അതെ, നമ്മുടെ വർക്ക് ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ ശേഷമാണ് ഇനിയുള്ള വീഡിയോയിൽ മൊത്തം കാണാൻ പോകുന്നത്. ഇനി നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ബഹ്റൈനിലെ എൻ്റെ ചേച്ചിമാരെയാണ്. ചെസ് നമ്പർ 1 റോഷ്നി രവീന്ദ്രൻ, ചെസ് നമ്പർ 2 ചിന്നു പോൾസൺ. രണ്ടുപേരും അങ്ങനെ കൊച്ചായി കണ്ട, രണ്ടുപേരും ബഹ്റൈനിലെ എന്റർപ്രൈനേഴ്സ് ആണ്. രണ്ടുപേർക്കും വി കണക്ട് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട് അവിടെ. വി കണക്റ്റിലായിരുന്നു ഞാൻ ബഹ്റൈനിൽ വർക്ക് ചെയ്തിരുന്നത്. ഒരു മീഡിയ അതേപോലെ ഫോട്ടോഗ്രാഫി കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ബഹ്റൈനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അവരുടെ ഐഡിയ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു വർഷം ഞാൻ ബഹ്റൈനിൽ വർക്ക് ചെയ്തിട്ടും എൻ്റെ സ്റ്റോറിയും സ്റ്റാറ്റസും കാണുന്ന എല്ലാവരും എന്നോട് ഒരു ചോദ്യമാണ് ചോദിക്കാറുള്ളത്. നിന്റെ ഇതൊക്കെ കാണുമ്പോൾ നിനക്കൊരു പ്രവാസി ലൈഫ് ഫീൽ ചെയ്യാറില്ലോടാ? അതെ, ഇവരൊക്കെ തന്നെയാണ് കാരണം എന്നെ അത്ര ഡെവലപ്പായിട്ടാണ് എന്നെ നോക്കിയിരുന്നത്. ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാന്നുള്ളൊരു ഫീൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. പൊതുവെ ബഹ്റൈനിൽ ഞങ്ങൾ വരണേ ഇവർ രണ്ടുപേരും വെച്ച് മൂന്നാമത് അറിയുന്ന ഒരാളാണ് വരുന്നത്. വേറെ ആരോടും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. എല്ലാവരും ഞങ്ങൾ സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കമ്പനിയിൽ പോയ ശേഷം ഈ കമ്പനി മൊത്തമായിട്ട് ഭരിക്കുന്ന ഇതിലാണ്. അപ്പൊ ബഹ്റൈൻ ഡേ 1 വിശേഷം ഇത്ര തന്നെയാണ്. ഡേ 2 എനിക്ക് കുറെ സർപ്രൈസും കുറെ പരിപാടി നടക്കുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും എല്ലാം കാണാം കേട്ടോ.